സർ, മാണി വിഭാഗം ചില തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട്. ആ തന്ത്രങ്ങൾ നമുക്കറിയാം. ചില മണ്ഡലങ്ങൾ മാറിയൊന്ന് ചവിട്ടാനാണ് പരിപാടികൾ. പക്ഷേ ഇത് വീണ്ടും അവിടെ സംശയം നീക്കുന്നത് LDF തന്നെ തുടരുമോ അതോ UDF ചേക്കേറുമോ എന്നുള്ളതുമുണ്ട്. ഈ തന്ത്രങ്ങൾ മെനയുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട്. വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ, 7-8 മാസം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് 26-ൽ, ഏപ്രിൽ മെയ്യിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ്. അപ്പം ഇനി എങ്ങോട്ട് മാറും എന്നുള്ളത് ഇപ്പം പറയുന്നില്ല, കുറച്ച് സമയം കൂടെ വേണം. അല്ലാതെ നമ്മൾ UDF പോകും എന്ന് പറയാൻ പറ്റത്തില്ല. അല്ല, നല്ല പ്രഷറുണ്ട്. അല്ല, നമുക്കറിയാം LDF ഒരു പതനം ഉണ്ടാകുമെന്നറിയാം. ജോസ് കെ മാണി അത് ഒന്ന് ഉറപ്പിച്ചിട്ടായിരിക്കും ഇനി ഇപ്പുറത്തോട്ട് വരാൻ പോകും. അല്ല, ജോസ് കെ മാണി ഇപ്പോൾ LDF നിന്നാൽ തന്നെ നമുക്കറിയാം മാണി ഗ്രൂപ്പിന്റെ ഒരു വലിയ ഭൂരിഭാഗം വോട്ടും ക്രിസ്ത്യൻ വോട്ടുകളാണ്. അപ്പം മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങിയുള്ള ആക്രമണങ്ങൾ, ഇതൊക്കെ LDF സർക്കാരിൻ്റെ ഒരു വല്ലാത്ത പരാജയം തന്നെയാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഒരു പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ കുറയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ഒരു സഭകൾ എടുത്തേക്കുന്ന തീരുമാനം LDF നിന്ന് മാറണം എന്നുള്ള രീതിയിൽ UDF പോകണം എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നു. ആ ഒരു പ്രഷർ എത്രമാത്രം മാണി വിഭാഗത്തെ മാണിക്ക് അത് എന്തുമാത്രം സ്വാധീനിക്കുമെന്നും അത് തിരിയുമെന്നും UDF ചേക്കേറുമെന്നുള്ളത് കണ്ടറിയാം. കാരണം നല്ല രീതിയിൽ പ്രഷർ ഉണ്ട് സഭകളിൽ നിന്ന്. കാരണം ആ ഒരു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മാണി നിൽക്കുന്നത്. അതായത് ഇപ്പം ജോസ് കെ മാണി ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് മുന്നണിക്കകത്ത് നിന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വനം, വന്യജീവി, തെരുവ് നായ് ശല്യം ഇവ ചർച്ച ചെയ്യുന്നതിനായിട്ട് നിയമസഭ വിളിച്ചു കൂട്ടണം എന്ന്. മുഖ്യമന്ത്രി ഇവിടെ ഇല്ല, 19-ാം തീയതി വരികയുള്ളൂ. മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ പെട്ടെന്ന് സഭ വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞത് എന്താർത്ഥത്തിൽ? അതും പാർട്ടിക്കകത്ത് എതിർപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലല്ല, LDF തന്നെ ഇത് മുന്നണിയിൽ പറയേണ്ട ഒരു കാര്യമാണ്. ഭരണമുന്നണിയിൽ ഇരിക്കുന്ന ഒരു ഘടകകക്ഷി പരസ്യമായിട്ട് പ്രതികരിക്കേണ്ടതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനു മുമ്പ് ജോസ് കെ മാണി ഇത് പരസ്യമായിട്ട് വിളമ്പിയിരിക്കുന്നു. അപ്പോൾ ജോസ് കെ മാണിയുടെ നീക്കം മറ്റ് ചിലതാണ്. ജോസ് കെ മാണിക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കടുത്തുരുത്തിയിൽ മത്സരിക്കണമെന്നാണ്. വളരെ അവിടെ മോൻസ് ജോസഫിന്റെ മണ്ഡലമാണ് UDF. പഞ്ചായത്ത് തലത്തിൽ ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവരിതൊക്കെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളൊക്കെ എടുത്തുകൊണ്ടാണെന്നേ. കാരണം ഇന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ പാലയിൽ നിന്നാൽ വീണ്ടും കൂപ്പുകുത്തും, ഉറപ്പാ. പാലയിൽ പോയി വീണ്ടും നിന്ന് തോറ്റു കഴിഞ്ഞാൽ UDF പോകുന്നു. UDF അധികാരത്തിൽ വരുന്നു. ജോസ് കെ മാണി പാലയിൽ വീണ്ടും തോക്കുന്നു. എന്ത് ചെയ്യും? വീണ്ടും ഇതുപോലെ രാജ്യസഭ MP സ്ഥാനമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കൊടി വെച്ച കാറിൽ പോകാൻ പറ്റത്തില്ല. ജോസ് കെ മാണിയുടെ വലിയ ആഗ്രഹമാണ് അതിൽ പോകണം. കരിങ്ങോഴക്കൽ തറവാട്ടിൽ കാറ് വന്നിട്ട് അങ്ങനെ കുറേ നാളായി. അപ്പം അതുകൊണ്ടൊക്കെ ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമായതുകൊണ്ടാണ് രഞ്ജനിക്ക് അതിനകത്തൊരു ചിരി വരുന്നത്. ഇത് തമാശ കാര്യമല്ല, ഇത് ജീവൽ പ്രശ്നമാണ് കേട്ടോ. കൊടിവെച്ച കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണ്. കാരണം ജോസ് കെ മാണി ജനിച്ചു വീണ നാൾ മുതൽ ഈ കൊടിവെച്ച കാറാണ് കരിങ്ങോഴക്കൽ തറവാട്ടിൻ്റെ മുറ്റത്ത് തറവാടിനോട് വല്ലാത്ത സ്നേഹമുണ്ടെന്നും എനിക്കറിയാം. അല്ല, ഞാൻ അവിടെ പോയിട്ടുണ്ട് KM മാണിയെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഇത് ഇടതുമുന്നണിയിൽ പോകുമോ അല്ല LDF തുടരുമോ UDF പോകുമോ എന്നുള്ള ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. ഈ പാല എന്തായാലും സേഫ് അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇതിനോടൊപ്പം വേറൊരു നീക്കം കൂടെ നടക്കുന്നുണ്ട് LDF ജോസ് കെ മാണിക്ക് 9 സീറ്റാണ് കഴിഞ്ഞ തവണ 12 സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ 12 സീറ്റിൽ 3 സീറ്റ് അടിച്ചു മാറ്റാൻ നിൽക്കുകയാണ് CPM. ഏതൊക്കെ? പിറവം, പെരുമ്പാവൂർ, ചാലക്കുടി. അവിടെ ആയിരിക്കും ജോസ് കെ മാണിയും CPM കൂടെ തമ്മിൽ അടിയുണ്ടാകാൻ പോകുന്നത്. തുടക്കത്തിൽ ആദ്യം അങ്ങോട്ട് ചെന്നപ്പോൾ പറഞ്ഞത് 13 സീറ്റ് തരാമെന്ന്. പിന്നീട് CPM എതിർപ്പുണ്ടായപ്പോൾ 12 കുറച്ചു. 12 കുറയ്ക്കുക മാത്രമല്ല, ജോസ് കെ മാണിയെ തോപ്പിച്ചിടുകയും ചെയ്തു. ഇനിയിപ്പോൾ 26 വരുമ്പോൾ ഘടകകക്ഷികൾ പലരെയും വെട്ടിനിരത്തുന്നുണ്ട് CPM. ഇവരുടെ 3 സീറ്റ് എടുക്കും, പിറവും, പെരുമ്പാവൂരും, ചാലക്കുടിയും. ഇവർക്ക് കാരണം CPM അല്പം വിജയസാധ്യത കാണുന്ന ഇടമാണ്. കാരണം 26 പൊതുവെ ഒരു തകർച്ച സംഭവിക്കും. ആ തകർച്ച സംഭവിക്കുമ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. എങ്ങനെയെങ്കിലും അധികാരത്തിൽ 3-ാം തവണയും വരണം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്.
അതുകൊണ്ടാണ് ഈ 3 സീറ്റ് ഇങ്ങോട്ട് പിടിക്കുന്നത്. 2021 ജോസ് കെ മാണിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്താണ്? സെൻട്രൽ ട്രാവൻകൂറിലുള്ള ക്രിസ്ത്യൻസിൻ്റെ വോട്ട് വേണം, അങ്ങനെ കൊണ്ടുവന്നതാണ്. ഈ പിന്നെ കേരള കോൺഗ്രസിനകത്ത് കൂടുതലും ക്രൈസ്തവരാണ്, നായന്മാരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കെ പി ഗണേഷ് കുമാർ നായരല്ലേ, അദ്ദേഹം പിന്നെ NSS ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗമൊക്കെ അല്ലേ. അപ്പോൾ അത് വേറൊരു കേരള കോൺഗ്രസ്. അപ്പോൾ ഈ കേരള കോൺഗ്രസ് എപ്പോഴും ഈ കർഷകരുടെ പ്രശ്നങ്ങളാണ് പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും അവതരിപ്പിച്ചിട്ടുള്ളത്. ആ കർഷകർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലകളിലൊക്കെ തന്നെ വനത്തിൽ നിന്ന് വന്യജീവികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതം തന്നെ ഇല്ലാതാക്കുന്നു. കൃഷി പോട്ടെ, ജീവിതം തന്നെ, മനുഷ്യജീവൻ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ കൃഷി സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിനെ കുറിച്ചും ഹമാസിനെ കുറിച്ചും ഹിസ്ബുള്ളയെ കുറിച്ചുമാണ്. ഇവിടെ പിന്നെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി മനുഷ്യർ ഓടുകയാണ്, ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഓട്ടമാണ്. അവിടെയാണ് ഇവരുടെ ചർച്ച മറ്റു ചിലതിലേക്ക് പോകുന്നത്. അല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതൊക്കെ തന്നെയാണ് കണ്ടത്. അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എടുത്ത് കാട്ടത്തക്ക രീതിയിലൊന്നുമില്ല. അപ്പൊ പിന്നീട് ഉള്ളത് ഇറാനും ഇസ്രായേലും പലസ്തീനും ഒക്കെ ഉള്ളൂ. ഇവർ ഭരിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ട്രംപിനെ പേടിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. കുട്ടികൾ ഈ കളിത്തോക്ക് വെച്ച് ഇങ്ങനെ ചിലരെ വെടിവെക്കുമല്ലോ, കളിത്തോക്ക് എടുത്ത് വെച്ച് കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞ പോലെയാണ്. ട്രംപിന് നേരെ ഇദ്ദേഹം പിന്നെ വലിയ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു, നെതന്യാഹുവിനെ വിരട്ടുന്നു. ഇതൊക്കെയാണ് പരിപാടി അദ്ദേഹത്തിൻ്റെ, അല്ലാതെ വേറൊന്നും ജോലിയില്ല ഇപ്പം. അപ്പം ഇത്തരത്തിൽ ഇനി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വനം, വന്യജീവി, തെരുവ് നായ് ശല്യം ഇവയാണ് പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ജോസ് കെ മാണിയുടെ ഒരു അടവ് തന്ത്രം കൂടി ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. ജോസ് കെ മാണിക്ക് ചാടണം. ഈ എന്തെങ്കിലും കാരണങ്ങളില്ലാതെ ഇറങ്ങിച്ചാടി പോയി കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ പതിവ് പരിപാടിയാണ് ഈ ഒരു മരത്തിൽ നിന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചാടി പോകുന്ന വാനരന്മാരുടെ സ്വഭാവമാണ് ഈ ജോസ് കെ മാണിക്ക് ഉള്ളതെന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ടൊരു കാരണം കണ്ടെത്തുകയാണ്. ഇപ്പം നിലമ്പൂരിലെ ഈ വനം വന്യജീവി വിഷയം ചർച്ച ചെയ്തത് PV അൻവർ മാത്രമേ ഉള്ളൂ. അൻവറിന് അതുകൊണ്ട് വോട്ട് കിട്ടിയത് നമുക്കറിയാവുന്നതല്ലേ. അപ്പം ഈ വിഷയം ഉന്നയിക്കുക, മലയോര കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു, അന്നും ഇന്നും കേരള കോൺഗ്രസ് നിലകൊള്ളുന്നു. 10 വർഷം ചെയ്യാത്ത ഇനി ഒരു 6 മാസം 7 മാസം എന്ത് ചെയ്യാനാണ്? അല്ല, ഇവർ ചെയ്യുമെന്നല്ല, ജോസ് കെ മാണിക്ക് ഇതിന്റെ പേരിലൂടെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി ഈ വിഷയം പിന്നെ ഈ 3 സീറ്റ് പോകും. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയത്തില്ല. അവിടെ ഈ പറഞ്ഞതുപോലെ വേണ്ടത്ര സീറ്റ് കൊടുക്കത്തില്ല. ഈ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിലും ജോസ് കെ മാണിയെ ബാർഗെയിൻ ചെയ്യാനൊന്നും അനുവദിച്ചിട്ടില്ല. ഇപ്പൊ കടുത്തുരുത്തിയിലായിരിക്കും ഇനി LDFിൽ നിന്നുകൊണ്ട് ജോസ് കെ മാണി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കടുത്ത മത്സരമായിരിക്കും നടക്കുന്നത്. മോൻസ് ജോസഫിന്റെ മണ്ഡലം കൂടിയാണ്. ഇനി UDFിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മണ്ഡലത്തിന്റെ കാര്യത്തിൽ മോൻസ് ജോസഫ് വിട്ടുകൊടുക്കത്തില്ല, കടുത്തുരുത്തി. അവിടെ പാലയിൽ മാണി സി കാപ്പനും വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ മറ്റേതെങ്കിലും ഒരു മണ്ഡലം ലീഗ് തിരുവമ്പാടി കൊടുക്കാമെന്ന് പറഞ്ഞതാ. പിന്നെ അതിന്റെ ചർച്ച അധികം പുരോഗതിയിലേക്ക് പോകാതെ വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ജോസ് കെ മാണി തന്ത്രങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ആവിഷ്കരിക്കുന്നു, ഒപ്പം സമ്മർദ്ദവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റം പ്രതീക്ഷിക്കാം. നമ്മളെപ്പോഴും പറയാറുണ്ട് ജോസ് കെ മാണി ചാടാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചില സൂചനകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.